ഹലോ ചിൽഡ്രൻ, ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് +1 ഫസ്റ്റ് ചാപ്റ്ററായ സെറ്റ്സ് ആണ്. പഠിക്കാൻ നല്ല എളുപ്പമാണ് ഈ ചാപ്റ്റർ. അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറെയും ചാപ്റ്റേഴ്സ് ഈ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പോൾ അത് ശരിക്കും പഠിക്കണമെങ്കിൽ ഈ ഫസ്റ്റ് ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചിരിക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ സെറ്റ്സിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷനാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ജോർജ് കാൻഡർ എന്ന് പറയുന്ന ഒരു ജർമ്മൻ മാത്തമാറ്റീഷ്യനാണ് ഈ സെറ്റ്സ് എന്ന തിയറി ഡെവലപ്പ് ചെയ്തത്. ദ തിയറി ഓഫ് സെറ്റ്സ് വാസ് ഡെവലപ്ഡ് ബൈ ജർമ്മൻ മാത്തമാറ്റീഷ്യൻ ജോർജ് കാൻഡർ. ഇനി നമുക്ക് സെറ്റ്സ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യണമെന്ന് നോക്കാം. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ പർട്ടിക്കുലർ കൈൻഡ്സ് ഓഫ് ഒബ്ജക്ട്സിൻ്റെ കളക്ഷൻസ് കാണാറുണ്ട്. ഇപ്പോൾ എ പാക്ക് ഓഫ് കാർഡ്സ് ഓർ എ ക്രൗഡ് ഓഫ് പീപ്പിൾ ഓർ എ ക്രിക്കറ്റ് ടീം, ഇതെല്ലാം ഓരോരോ കളക്ഷൻസാണ്. അതുപോലെ തന്നെ മാത്തമാറ്റിക്സിലും അതുപോലെയുള്ള കളക്ഷൻസ് ഉണ്ട്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ്, പ്രൈം നമ്പേഴ്സ് എക്സെട്ര, ഇതൊക്കെ മാത്തമാറ്റിക്സിലെ കളക്ഷൻസാണ്. അപ്പോൾ നമ്മളൊരു ഒബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ ആ ഒബ്ജക്റ്റ് ഏതിലാണ് ഉൾപ്പെടുന്നത്, ഏത് കളക്ഷനിലാണ് വരുന്നത് എന്ന് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ സാധിക്കും. ഇപ്പോൾ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് <10 ഓർ ദ റിവേഴ്സ് ഓഫ് ഇന്ത്യ, ദ വവൽസ് ഇൻ ദി ഇംഗ്ലീഷ് ആൽഫബറ്റ്. അപ്പോൾ ഇതൊക്കെ ഒരു വെൽ ഡിഫൈൻഡ് കളക്ഷൻസാണ്. ഇതിലൊരു നമ്മളിപ്പോൾ ഒരു ഒബ്ജക്റ്റ് പറയുകയാണെങ്കിൽ ഇത് ഏതിലാണ് അത് ഉൾപ്പെടുക എന്ന് നമുക്ക് കറക്റ്റായിട്ട് പറയാം. സോ ദ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. സെറ്റ് എന്ന് പറയുന്നത് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആണ്. ഇപ്പോൾ വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ 5 മോസ്റ്റ് റിനൗണ്ട് മാത്തമാറ്റീഷ്യൻസ് ഓഫ് ദ വേൾഡ്, അവരുടെ ഒരു കളക്ഷൻ എടുക്കുകയാണെങ്കിൽ ദറ്റ് ഈസ് നോട്ട് വെൽ ഡിഫൈൻഡ് അല്ലേ. അതിന് ക്രൈറ്റീരിയൻ ഡിഫറെൻ്റ് ആയിരിക്കും, ഒരു പേഴ്സൺ ടു പേഴ്സൺ വേരി ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ആണെന്ന് പറയാൻ പറ്റില്ല. സോ ഇറ്റ് ഈസ് നോട്ട് എ സെറ്റ്. സെറ്റ്സിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നമുക്കൊന്ന് എഴുതി നോക്കാം. ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് <10. അപ്പോൾ 10-നേക്കാളും കുറവായിട്ടുള്ള ഓഡ് നാച്ചുറൽ നമ്പേഴ്സാണ് എഴുതാൻ പോകുന്നത്. ദറ്റ് ഈസ് 1, 3, 5, 7, 9. ഇനി ദ വോവൽസ് ഇൻ ദി ഇംഗ്ലീഷ് ആൽഫബറ്റ്. നമുക്കറിയാം വോവൽസ് എന്ന് പറയുന്നത് A, E, I, O, U. അപ്പോൾ ആ ഒരു കളക്ഷനിൽ വരുന്നത് ഇത്രയും ലെറ്റേഴ്സാണ്, A, E, I, O, U. ഇനി ദ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 1, 2, 3, 4 എക്സെട്ര. ഇനി വെൽ ഡിഫൈൻഡ് അല്ലാത്തത് ദ കളക്ഷൻ ഓഫ് 5 മോസ്റ്റ് റിനൗണ്ട് മാത്തമാറ്റീഷ്യൻ of the world is not well defined because the criterion may vary. അതിൽ അതൊരു വെൽ ഡിഫൈൻഡ് കളക്ഷനാണെന്ന് പറയാൻ പറ്റില്ല, അതുകൊണ്ട് ദാറ്റ് ഈസ് നോട്ട് എ സെറ്റ്. ഇനി നമ്മൾ സെറ്റ്സ് യൂഷ്വലി ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെച്ചിട്ടാണ്. അതായത് ABC അല്ലെങ്കിൽ XYZ എക്സെട്ര അങ്ങനെയുള്ള ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് സെറ്റ്സ് നമ്മൾ യൂഷ്വലി ഡിനോട്ട് ചെയ്യുന്നത്. അതുപോലെ സെറ്റ്സിലെ എലമെൻറ്റ്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് സാധാരണയായിട്ട് സ്മോൾ ലെറ്റേഴ്സാണ് യൂസ് ചെയ്യാറ്. അതായത് സ്മോൾ ABC, XYZ എക്സെട്ര. എലമെൻറ്റ്സ് എന്ന് പറയുന്നത് അതിലുള്ള ഓരോ ഒബ്ജക്ട്സും. ഇഫ് A ഈസ് ആൻ എലമെൻറ്റ് ഓഫ് എ സെറ്റ് A, വി സേ ദാറ്റ് A ബിലോങ്സ് ടു A. ഈസ് ആൻ എലമെൻറ്റ്, അതായത് ഇപ്പോൾ വവൽസ് ആണെങ്കിൽ A, E, I, O, U എല്ലാം അതിൽ എലമെൻറ്റ്സ് ആണ് അല്ലേ. വി റൈറ്റ് ഇറ്റ് ആസ് A ബിലോങ്സ് ടു A. ഇഫ് B ഈസ് not an element, we write it as B not belongs to A. ഇനി 2 methods of representing a set. സെറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് 2 methods ഉണ്ട്. അതാണ് റോസ്റ്റർ ഓർ ടാബുലർ ഫോം, രണ്ടാമത്തത് സെറ്റ് ബിൽഡർ ഫോം. ഇത് റോസ്റ്റർ ഓർ ടാബുലർ ഫോം എന്ന് പറയുന്നത് ഇങ്ങനെ ടേബിളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ AEIOU എന്ന് നമ്മൾ കേളി ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എഴുതുക, അതാണ് സെറ്റ് ഓഫ് ഓൾ വവൽസ്. അത് തന്നെ നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുകയാണെങ്കിൽ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ വവൽ ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. അതായത് ആ സെറ്റിലുള്ള AEIOU എന്ന് പറയുന്ന ലെറ്റേഴ്സിനെ എന്തിനെയാണത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അത് എഴുതുന്നതാണ് സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ അത് വായിക്കുന്നത് എങ്ങനെയാണ്, എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ വവൽ ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. അതായത് ആ ഓരോ എക്സ് എന്ന് പറയുന്നത് ആ സെറ്റിലെ ഓരോ എലമെൻറ്റ്സ് ആയിരിക്കും. അതായത് ഒരു സെറ്റിലെ ഓരോ എലമെൻറ്റ്സിനും ഒരു പെർട്ടിക്കുലർ പ്രോപ്പർട്ടി ഉണ്ടായിരിക്കും. ആ പ്രോപ്പർട്ടി ഡിഫൈൻ ചെയ്യുന്നതാണ് സെറ്റ് ബിൽഡർ ഫോം. അത് തന്നെ ടേബിൾ ഫോമിൽ എഴുതുന്നതാണ് റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ടാബുലർ ഫോം എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ വവൽസിൻ്റെ സെറ്റ് എന്ന് പറയുമ്പോൾ ആ വവൽസ്
ടേബിൾ ഫോമിൽ, അതായത് എ ഇ ഐ ഒ യു എന്ന് എടുത്ത് എഴുതുന്നതാണ് ടാബുലർ ഫോം. അതിൻ്റെ പ്രോപ്പർട്ടി, അതായത് വവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ് എന്ന് പറയുന്ന ആ പ്രോപ്പർട്ടി എടുത്ത് എഴുതുന്നതാണ് ഇത് സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത്. ഇൻ എ സെറ്റ് ബിൽഡർ ഫോം വി ഡിസ്ക്രൈബ് ദി എലമെൻറ്റ് ഓഫ് ദി സെറ്റ് ബൈ യൂസിങ് എ സിമ്പിൾ എക്സ് ഉപയോഗിച്ചിട്ട് അതിനെ ഡിസ്ക്രൈബ് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് കോളൻ ഇടുക, പിന്നെ അതിന് ക്യാരക്ടറിസ്റ്റിക് എഴുതാം, അങ്ങനെയാണ്. പിന്നെ അത് എൻക്ലോസ് ദി ഹോൾ ഡിസ്ക്രിപ്ഷൻ വിതിൻ ദി ബ്രേസസ്, കേളി ബ്രേസസ്. അപ്പോൾ നമ്മളിനി അടുത്ത ക്ലാസ്സിൽ ഈ റോസ്റ്റർ ഫോമും സെറ്റ് ബിൽഡർ ഫോമൊക്കെ യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി നന്നായിട്ട് ക്ലിയർ ആവും. ഇനി നമുക്ക് അടുത്ത ക്ലാസ് മുതൽ ഇതിലെ പ്രോബ്ലംസ് ഒക്കെ ചെയ്തു തുടങ്ങാം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.